എന്താ പേര്? ബെർലിൻ. എത്ര വർഷമായിട്ട് മക്കളില്ലായിരുന്നു? 4 വർഷം. ഇത് 5ാമത്തെ വർഷം. 5ാമത്തെ വർഷം. 4 വർഷം കൂടി മക്കളിലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ ഇവിടെ കൂടി. അപ്പോൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിച്ചു. അവിടെ കഴിഞ്ഞ വർഷത്തെ 5 ദിവസത്തെ കൺവെൻഷൻ കൂടി ഭർത്താവുമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഇനി ബെർലിൻ തന്നെ ആ സാക്ഷ്യം പറയാം. നിങ്ങൾക്ക് കാണാം. കുഞ്ഞിനും തിരിച്ചു കാണിച്ച് കണ്ടോ, 4 വർഷം കൂടി ഈശോ കൊടുത്ത കുഞ്ഞാണിത്, ആൺകുട്ടി. അവൻ്റെ പേരെന്താ? ലുഡ്വിഗ് ആന്റൺ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബെർലിൻ. ഞാൻ തോപ്പിടവക അംഗമാണ്. ഞാൻ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു. അതായത് മരുന്നിലൂടെ ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട. അപ്പോൾ പലരും പറയും കുഞ്ഞുങ്ങളില്ലേന്ന് ചോദിച്ചാൽ പോലും ഞങ്ങൾ പറയുന്നത് ദൈവം തരട്ടെ എന്നുള്ളൊരു ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് ഞാൻ ആ കോർണറിലാണ് ഇരുന്നത്. ധ്യാനം കൂടാൻ വന്നു. ഫസ്റ്റ് ഡേയിലെ ധ്യാനത്തിൻ്റെ ടൈമിൽ ബ്രദർ ഇവിടെ സാക്ഷ്യം കാണിച്ചു, കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്തയെന്ന് വെച്ചിരുന്നാൽ എന്തിനാണ് ബ്രദർ ഈ സാക്ഷ്യം കാണിക്കുന്നത് എന്നാണ്. കാരണം എനിക്കത് ഓക്കെ, എത്രയും ടൈം പോകണ്ടല്ലോ, ബ്രദർ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. പക്ഷേ സെക്കൻഡ് ഡേയിലെ ഒരു സാക്ഷ്യമാണ് എന്നെ അതായത് എൻ്റെ പ്രാർത്ഥന എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ബ്രദർ ധ്യാനിപ്പിച്ച ടൈമിൽ എത്രയോ, എനിക്ക് വർഷം ഓർമ്മയില്ല, ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു. അവർ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ഒരുപാട് ലേറ്റായിട്ട്, അതായത് 12 മണിയോളം ബ്രദറിനെ വെയിറ്റ് ചെയ്ത് നിന്നെന്നാണ്. ലില്ലി എന്ന് പറയുന്നത് 22 വർഷം കൂടി കുഞ്ഞിനെ കിട്ടി. അപ്പം എനിക്ക് ആ സാക്ഷി എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ, അതായത് ആ സഹോദരി കൊല്ലം വാടിയിൽ നടത്തിയ കൺവെൻഷൻ എന്ന് പങ്കെടുത്താണ്. ലില്ലി എന്നാണ് പേര്. 22ാമത്തെ വർഷം അവർക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു, അനുഗ്രഹിച്ചാണ് സാക്ഷ്യം. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കിതാണ്, ബ്രദർ എന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് തലയിലൊന്ന് പിടിച്ചെന്നെ പ്രാർത്ഥിച്ചാൽ മതി, ഒരുപക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് ആ ചേച്ചി പറഞ്ഞു. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. വേറൊന്നുമല്ല, നമ്മളെക്കാൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദർ. ദൈവത്തിൻ്റെ അഭിഷിക്ത കരങ്ങളാണ് ബ്രദറിൻ്റെന്ന് ഞാൻ വിശ്വസിച്ചു. 3-ാം ദിവസം ബ്രദർ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് തലയ്ക്ക് പിടിക്കാം, താല്പര്യമുള്ളവർ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് നിന്നു. ഭയങ്കര റഷായിരുന്നു ഇവിടെ. അതായത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രദറിനെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. ബ്രദർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് 4-ാം ദിവസത്തെ ധ്യാനത്തിന് എന്തായാലും എത്ര ലേറ്റ് ആയാലും നമുക്ക് വെയിറ്റ് ചെയ്ത് ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്രദറിനെ വെയിറ്റ് ചെയ്തു. എന്താണെന്നറിയത്തില്ല, ബ്രദറിൻ്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ ഈ മൂലയിൽ നിന്നപ്പോൾ ബ്രദർ വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞത് ലാസ്റ്റ് ദിവസത്തെ ധ്യാനം, അത് 5ാം ദിവസത്തെ ധ്യാനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം, പ്രത്യേകിച്ച് ആരാധനയിൽ പങ്കെടുക്കണം, നിങ്ങൾക്ക് മാത്രമുള്ള ധ്യാനം എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നു, ആരാധനയിൽ പങ്കെടുത്തു. ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയില്ല, എനിക്ക് കരഞ്ഞ് ജലദോഷം വരെ ആയി. ആ ഒരു അവസ്ഥയായിരുന്നു. ബ്രദർ പറഞ്ഞൊരു ഇതാണെന്ന് വെച്ചാൽ 4 വർഷമായിട്ട് കുട്ടികളില്ലാത്ത 2 ദമ്പതികളെ ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്ന് ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ജനുവരിയിൽ ധ്യാനം കൂടി, ഫെബ്രുവരിയിൽ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ ഉടനെ തന്നെ ബ്രദറിനെ വിളിച്ചു. എൻ്റെ ഹസ്ബൻഡാണ് വിളിച്ചത്. ബ്രദർ അന്ന് ഹൈദരാബാദിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. ബ്രദർ ഒരു വാക്കേ പറഞ്ഞോളൂ, സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളുക. വീണ്ടും പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് സ്കാൻ ചെയ്തു. ഫസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ബ്രദറിനെ വിളിച്ചു, ബ്രദറെ എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ബ്രദർ ഒരു ധ്യാന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സം എന്താണെന്ന് നോക്കുക. നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാരണം കാണും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകുമെന്ന് പറഞ്ഞു. എന്നെ വേദനിപ്പിച്ച വ്യക്തികളാവട്ടെ പലരോടും ഞാൻ പൂർണ്ണമായും അവരോട് ഞാൻ ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ബ്രദറിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നൊരു സമ്മാനം. എൻ്റെ മകൻ എന്ന് പറയുന്നത്, ഇന്നെൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു ഉടമ്പടി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോയി ഈ സാക്ഷ്യം പറയും. ദൈവത്തിൻ്റെ സുവിശേഷം എൻ്റെ മകനിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഡെലിവറിയുടെ മുൻപ് ഞാൻ ബ്രദറിനെ വിളിച്ചു. ബ്രദർ പറഞ്ഞ് ധൈര്യമായിട്ട് പോകാൻ, ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. മോനിന്ന് 3.5 മാസമായിട്ടുണ്ട്. ദൈവത്തിനും പിന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, കർത്താവ് എത്രയോ വലിയ അനുഗ്രഹമാണ് ഇവർക്ക് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്.